നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് 1201 മീനമാസം 21-ാം തീയതി, അതായത് 2026 ഏപ്രിൽ മാസം 4-ാം തീയതി മന്ദവാരം ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:24, അസ്തമയം വൈകിട്ട് 6:32. ഇന്നത്തെ രാഹുകാലം ശനിയാഴ്ച കാലത്ത് 9 മണി മുതൽ 10:30 വരെയുള്ള സമയമാകുന്നു. ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല എന്ന് നിങ്ങൾക്കറിയാം. ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ്. ഇന്നത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. സ്വാത്യാം സാഗരചുക്തിപതിതം തൻ മൗക്തികം ജായതേ. ചോദ്യനാളിൽ ചെപ്പിക്കുള്ളിൽ പതിക്കുന്ന ഒരു തുള്ളി വെള്ളമാകുന്നു, മഴവെള്ളമാകുന്നു എന്തായി മാറുന്നത്? യഥാർത്ഥ മുത്തായി മാറുന്നു. ലോകത്തിലെ ഏറ്റവും വിലയേറിയ മുത്താകുന്നു ബഹ്റിൻ പേൾ, ബഹ്റിനിലുള്ള മുത്ത്. ഒരു കാലത്ത് അറബികളുടെ ഏറ്റവും വലിയ വ്യാപാരം സമുദ്രത്തിലുള്ള മുത്തുകൾ പെറുക്കലാകുന്നു. അങ്ങനെയാണ് നിസാം ചക്രവർത്തി, ഹൈദരാബാദിലെ നിസാം ചക്രവർത്തി അറബികളെ തൻ്റെ കൊട്ടാരത്തിലേക്കൊക്കെ ഈ ദൗത്യത്തിനായി, രത്നങ്ങളുമായി ബന്ധപ്പെടുന്ന ദൗത്യത്തിനായി ഒക്കെ തന്നെ ജോലി കൊടുത്തിരുന്നത്. അങ്ങനെയാണ് അറബികൾ ഹൈദരാബാദിൽ നിന്നും ധാരാളം മുസ്ലിംസുകളെ വിവാഹം കഴിച്ച് പിന്നീട് അവരെ വിദേശത്തിലേക്ക് കൊണ്ടുപോയത്. നിങ്ങൾക്കറിയാം, മിഡിൽ ഈസ്റ്റിലൊക്കെ ധാരാളം ഹൈദരാബാദ് അറബികളുണ്ട്. അവരുടെ മാതാക്കൾ ഹൈദരാബാദിൽ നിന്നുള്ളതാണ്. വലിയൊരു ജനറേഷൻ തലമുറ നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിൽ കാണാൻ കഴിയും. പഴയ കാലത്ത് നിസാമിൻ്റെ കാലത്ത് വന്ന അറബികളെല്ലാം തന്നെ പിന്നെ ഇവിടെ സെറ്റിൽഡായി അവർ ഭാര്യമാരെ കൂട്ടി മിഡിൽ ഈസ്റ്റിൽ താമസിച്ചു. പ്രത്യേകിച്ച് അബുദാബി നമുക്കറിയുന്ന ധാരാളം ഫാമിലീസ് ഉണ്ട്. ചോദ്യ നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണെന്നും കൂടി അറിയണം. പ്രത്യേകിച്ച് വെളുത്ത പക്ഷത്തിലെ ചോതി, ഇത് കറുത്ത പക്ഷത്തിലെ ദ്വിതീയ തിഥിയാണെങ്കിലും അവിടെ ചന്ദ്രൻ ബലവാനാണെന്ന് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാലം കാലത്ത് രാഹുകാലം കഴിഞ്ഞ് 10:30 കഴിഞ്ഞുള്ള 12 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി സമയം കണ്ടെത്താവുന്നതാണ്. ഇന്നത്തെ പ്രാർത്ഥനാ വിഷയം ചോതി നക്ഷത്രമാണ്. തിരുവാതിര, ചോതി, ചതയം ഈ നക്ഷത്രങ്ങളുടെ അധിപനായ ഗ്രഹം രാഹുവാകുന്നു. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രം ജപിക്കാം. അപ്രകാരം തന്നെ സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ, സർപ്പബലി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന ചെയ്യുന്നതും വളരെ അനുകൂലമാണെന്ന് അറിയുക. സർപ്പപ്രീതി അവശ്യമേവ കരണീയം. ആരോഗ്യപുത്രാപ്തിയെ, നല്ല ആരോഗ്യത്തിനും നല്ല സന്താന ശ്രേയസ്സിനും സർപ്പപ്രീതി ചെയ്യുന്നത് വളരെ അനുകൂലമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.